ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ അരൂസ് ഹെൽത്ത് ആൻഡ് ടിപ്സ്. ഞങ്ങളുടെ രാജ് ചേച്ചിയുടെ കല്യാണമാണ്. കല്യാണം കൂടാനായിട്ട് ഞങ്ങൾ പാലോട് പോവുകയാണ്. ഞാനും അർഷയും സിന്ധു ചേച്ചിയും കൂടിയാണ് ബസ്സിലാണ് പോയത്. ഇതാണ് രാജ് ചേച്ചി. രാജ് ചേച്ചിയുടെ കോസ്റ്റ്യൂം ഇതാണ്. അങ്ങനെ കെട്ടുന്ന സമയമായി, താലി കെട്ടുന്ന സമയമാണിത്. അങ്ങനെ കല്യാണത്തിന് പുറവേക്ക് ഇടുന്നുണ്ട് ആൾക്കാർ. താലി കെട്ടുകയാണ്. വളരെ ലളിതമായ ഒരു നാട്ടിൻ പുറത്തൊരു കല്യാണമാണ്. വളരെ നല്ല നീറ്റായിട്ടുള്ളൊരു കല്യാണമാണ്. ഭയങ്കരമായിട്ട് കൊട്ടും കുരവയോ അല്ലെങ്കിൽ ഭയങ്കര തിരക്കോ അങ്ങനെയൊന്നും ഇല്ലാത്ത ലളിതമായ കല്യാണമായിരുന്നു രാജ് ചേച്ചിയുടേത്. എന്നാൽ കൂടി എല്ലാം മംഗളകരമായി നടന്നു. എത്രയൊക്കെ കല്യാണം നമ്മൾ കണ്ടു എന്ന് വെച്ചാലും നമ്മുടെ ചുറ്റുമുള്ളവർ കല്യാണം മാല അങ്ങനെ ഇട്, താലി ഇങ്ങനെ ഇട്, അല്ലെങ്കിൽ മോതിരം ഇങ്ങനെ ഇട്, അങ്ങനെ തരാനായിട്ട് കുറേ ഇൻസ്ട്രക്ഷൻ തരാനായിട്ട് ചുറ്റിനും ആൾക്കാരുണ്ടാവും. ലാസ്റ്റ് അവരെന്താണ് പറയുന്നതെന്ന് അവർക്ക് തന്നെ അറിയില്ല. അങ്ങനെ എല്ലാം കൊണ്ട് കൺഫ്യൂഷനായിട്ടൊക്കെ അവിടെ എല്ലാവരും കൂടെയൊക്കെ നിൽപ്പുണ്ട്. കല്യാണ പെണ്ണും പയ്യനും ആദ്യമായിട്ടാണ് കാണുന്നത്. കല്യാണ ചെക്കൻ ഗൾഫിലായിരുന്നു. അപ്പോൾ ഇവർ ആദ്യമായിട്ടാണ് മീറ്റ് ചെയ്യുന്നത്. കല്യാണത്തിന് തൊട്ട് മുമ്പായിട്ടാണ് ഇവർ ആദ്യമായിട്ട് മീറ്റ് ചെയ്തത്. അങ്ങനെ ചേച്ചി കാണാനായിട്ടൊക്കെ മടിച്ചൊക്കെ നിൽക്കുമായിരുന്നു. അങ്ങനെ ഞങ്ങൾ ഉന്തിത്തള്ളി വിട്ടതായിരുന്നു. അങ്ങനെ കല്യാണമൊക്കെ കഴിഞ്ഞ് പുടവയൊക്കെ കൊടുത്തു. പിന്നെ അവർ വലം വെക്കുന്നുണ്ട്. ആ സമയത്ത് അർച്ചയുടെ ഫോണോ കെട്ടിന് മുമ്പായിട്ട് ചേച്ചിയുടെ കുറച്ച് സ്റ്റില്ലെടുക്കാനായിട്ട് പോയപ്പോൾ ആ ഗ്യാപ്പിൽ ഞങ്ങളും എടുത്തതാണ്. അങ്ങനെ അത് കഴിഞ്ഞ് സദ്യ ഉണ്ണാനായിട്ട് പോയി. സദ്യ ഉണ്ണാൻ പോയപ്പോൾ അർഷയുടെ ഇലയാണിത്. വളരെ നീറ്റ് ആൻഡ് ക്ലീൻ ആയിട്ട് വെച്ചിട്ടുണ്ട്. വയറൊഴിച്ചിട്ടാണ്. ഞങ്ങളുടെ ഓഫീസിൽ നിന്ന് ചേച്ചിയുടെ ഡിപ്പാർട്ട്മെൻറ്റിലെ ആൾക്കാർ വന്നിട്ടുണ്ടായിരുന്നു. രണ്ടുപേരും നേരത്തെ എത്തിയായിരുന്നു. ആ രണ്ടുപേർ കറക്റ്റ് കല്യാണത്തിൻ്റെ ആ കെട്ട് സമയത്ത് അവിടെ ഇല്ലായിരുന്നു. ഇവരെ കൂട്ടാനായിട്ട് അവർക്ക് വഴിതെറ്റി പോയി എന്നും പറഞ്ഞ് പോയായിരുന്നു. അങ്ങനെ എന്തായാലും കെട്ട് സമയത്ത് ഉണ്ടായിരുന്നില്ല. കെട്ട് കണ്ടതും ഇല്ലായിരുന്നു. അങ്ങനെ ചേച്ചിക്ക് കെട്ട് സാരിയൊക്കെ കൊടുത്തു. അത് കഴിഞ്ഞതിന് ശേഷം ഞങ്ങൾ അവിടെ നിന്ന് ഇറങ്ങി. അങ്ങനെ ഞങ്ങൾ തിരിച്ച് വീട്ടിലേക്ക്. അപ്പോൾ താങ്ക് യു ഫോർ വാച്ചിങ്.